നാലുവട്ടത്തിന്റെ സ്റ്റോറി എന്താ? ഓളമപ്പ് ട്രാക്ക് അറിയോ? അതിന് വേണ്ടി ഡബിങ് ചെയ്തത് മ്യൂസിക് ആണ്. അത് ശരിക്കും ഞാനവിടെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് എസ് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യലൊക്കെ അപ്പുറത്ത് റൂം പോയിട്ട് ഓനൊരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് 4 വരി എസ് എനിക്ക് ഉണ്ടാക്കിയത്. കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് വരച്ച വട്ടം കാലം കൊണ്ട് മായ്ച്ചു വെച്ച കാലമില്ല മണവാളത്തൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ഹിറ്റ്, അത്യാവശ്യം വലിയ ഹിറ്റാണ്. വലിയ ഹിറ്റാ. എനിക്ക് തോന്നുന്നില്ല ആ ടൈമിൽ MHR എത്ര പേർക്ക് അറിയുന്നു എനിക്കറിയില്ല. ഇല്ല, മിക്ക ആൾക്കാർക്കും അറിയില്ല ഞാൻ എഴുതാൻ. പടച്ചോർന്ന് പറഞ്ഞ ഒരു സോങ്. അപ്പം അതിന്റെ സ്റ്റോറി എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞു, എടാ മണ്ട എനിക്ക് ഇങ്ങനെ അവന് ബുദ്ധിയില്ലാത്തോട് വിളിക്കുക, വേറെ ഒന്നും ഉണ്ടല്ലോ. അല്ലാണ്ട് മെസ്സേജ് ഒന്നും വരാറില്ലേ എങ്ങനെ? പെൺകുട്ടികളുടെ ഒക്കെ വരും. പ്രപ്പോസലൊക്കെ വരുമോ? കണക്കിന് നിന്നോരാണ് കുഞ്ഞാപ്പു കളി വിട്ട് നിന്നാ നേര് 500 800 ഒന്നാണോന്ന് എന്താജി പറയുന്നു. ഫിലിംസിൽ നിന്ന് വരുന്ന ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാണ്? സത്യം പറയാലോ, ഫിലിം എനിക്ക് താല്പര്യമില്ല. ഇന്ത്യത്തെ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് റാപ്പർ ആരെന്ന് വെച്ചാൽ ഞാൻ കേട്ടറിയിച്ച് ഞാൻ പറയാം എസ് എന്ന് പറയുള്ളൂ. ഒരു ട്രാക്കിന് ഇപ്പൊ നമ്മള് എത്ര വില കൊടുത്താലും ഇപ്പൊ ട്രാക്കിനൊക്കെ 1 കോടി 2 കോടിയൊക്കെ പറഞ്ഞാലും ഓന് വിൽക്കാൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കൂല. അങ്ങനത്തെ സാധനം. ഇപ്പൊ ചിലപ്പോ എസ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മലബാരി ബാങ്കറൊക്കെ ഞങ്ങള് 5-6 ലക്ഷത്തിനൊക്കെ വിറ്റിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ വലിയ പൈസ പിന്നെ പറഞ്ഞിട്ട് നമ്മള് കൊടുത്തിട്ടില്ല. 10 കോടി വന്നാലോ? ഇല്ല, കൊടുക്കൂല. ഇല്ല, അത് നിലപാടതല്ലേ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ കൂടെയൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗസ്റ്റാണ്. നമ്മുടെ റാപ്പിനൊക്കെ പുതിയ വേർഷനൊക്കെ കൊണ്ടുവന്ന് കുറേ അടിപൊളി ഹിറ്റുകളൊക്കെ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ സ്വന്തം MHR. വെൽക്കം ടു ദ ഷോ. താങ്ക് യു എന്നൊക്കെ പറയാം. താങ്ക് യു, ഇതിങ്ങനെ മതി താങ്ക് യു. പക്ഷെ വിശന്നിരിക്കുന്നുണ്ടാണ്, ഞാൻ അത് മനസ്സിലാക്കും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നേരമായിട്ട് ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു വിഷമ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് എല്ലാം തീർക്കണം, ആരെ മൈൻഡ് ചെയ്യരുത്. MHR എന്ന് പറയുമ്പോൾ അവരുടെ പോലെയല്ല, ഇത് റിയൽ നെയിമിൽ നിന്ന് ഷോർട്ടാക്കിയത്. മുഹമ്മദ് ഹുസൈൻ റഹ്മാന്റെ MHR എന്നുള്ള MHR മുഹമ്മദ് ഹുസൈൻ റഹ്മാൻ ഫസ്റ്റ് ലെറ്റർ. പണ്ടിട്ട് പേരാ സ്കൂളിലൊക്കെ നമ്മളിങ്ങനെ ഇടൂലേ? പണ്ടായിട്ട് പേരാ ഈ ഫീൽഡിൽ വന്നപ്പെട്ടതല്ല. പണ്ടിങ്ങനെ സ്കൂളിലൊക്കെ നമ്മളിങ്ങനെ ഇതാക്കൂല. ഇപ്പൊ ചിലപ്പോ മുഹമ്മദ് സോലിഹ് എന്നൊക്കെ ഉള്ള പേരിലൊക്കെ വേണ്ടോ അവർക്ക് MS എന്നൊക്കെ ഇടും. അപ്പൊ അതേമാതിരി ഞാനും MHR. ഓക്കെ, അങ്ങനെ ഇട്ടാ. ഞാൻ വിചാരിച്ചു സാധാരണ ഈ ഒരു ഫീൽഡിൽ വരുമ്പോ നമ്മളെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യാലോ. അല്ല, അങ്ങനെ പുറത്ത് തമാശ കിട്ടും. പിന്നെ ഇത് ഇങ്ങനെ വേണം തോന്നി, ഒരു ആർട്ടിസ്റ്റ് നെയിം എന്തായാലും വേണമല്ലോ. ഓക്കെ, ഇപ്പം ഇങ്ങനെ കുറെ ഹിറ്റൊക്കെ തന്നിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് ഇപ്പം ആ ഒരു ജേർണിയൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ അടിപൊളിയാണ്. കാരണം പ്രതീക്ഷിക്കാത്ത ഹിറ്റുകളാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ട്രാക്കുകളൊക്കെ ഓൾമോസ്റ്റ് സ്പോട്ടിഫൈയിലായാലും യൂട്യൂബിലായാലും ഭയങ്കര രീതിയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുക. ഭയങ്കര രീതിയെന്ന് പറയുന്നില്ല, പക്ഷെ ഇപ്പോൾ ഈ 4 വട്ടം, അതുപോലെ പടച്ചോര്, മലബാരി ബാങ്കർ, മട ട്രാൻസ്, ഇതൊക്കെ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹിറ്റൊക്കെ ആയി. പിന്നെ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഇറക്കിയ മഞ്ചാബി ആണെങ്കിലും ഇപ്പോൾ ഹിറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ വളരെ നല്ല സന്തോഷമുണ്ട് കാണുമ്പോൾ. നല്ല ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിലൊക്കെ. എത്ര നാളായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? കംപ്ലീറ്റ്ലി ഒരു 9 വർഷത്തോളായിട്ടുണ്ടാവും. 9 years. അങ്ങനെ പാട്ടിറക്കാനും തുടങ്ങിയിട്ടില്ല ആ ടൈമിൽ. ഞാനിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വന്ന് വരികയാണ് ആ ടൈമിൽ. കാര്യങ്ങൾ ഓരോന്നൊക്കെ ചെയ്ത് ഇതെന്താണ് സംഭവം എന്നൊക്കെ അറിഞ്ഞ് ഓരോന്ന് ചെയ്ത് പഠിക്കുമായിരുന്നു. കാരണം ഞാൻ ഈ സംഭവം മ്യൂസിക് പ്രൊഡക്ഷൻ ആയാലും ഞാൻ എവിടേക്കും പഠിക്കാനൊന്നും പോയിട്ടില്ല. ഞാനായിട്ട് സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കിയും അല്ലാതെ പണ്ട് മദർസിലൊക്കെ ഞാൻ ഈ ദഫിനൊക്കെ പാട്ടിടാൻ പോയിരുന്നു. പാട്ടുകാരനല്ല, എന്നാൽ പോലും പാട്ട് പാടാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ദഫിന് പാട്ടിടാൻ പോയി. അപ്പം അങ്ങനെ കുറച്ച് മ്യൂസിക്കലായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ അറിയാം, ചെറിയ രീതിയിലുള്ളതൊക്കെ. അപ്പോൾ പിന്നെ ഈ സംഭവം ഞാൻ യൂട്യൂബിൽ നോക്കി പഠിക്കുകയും അങ്ങനെ ഓരോന്ന് പഠിച്ച് അങ്ങനെ എടുത്തു കൊടുക്കണം. ഞാനായിട്ട് സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്കിയതാണ് ഇതുവരെ. ഞാൻ വേറെ ഒരു പരിപാടി ഒന്നിനും എനിക്ക് ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ പരിപാടികളൊന്നും അറിയില്ല എപ്പോഴും. എനിക്കിപ്പോ ഒരു പാട്ടിന്റെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ഭയങ്കര സംഗീതത്തിലേക്ക് അങ്ങനെ ആയത്തിൽ ഇറങ്ങി നോക്കുകയാണെങ്കിൽ കുറെ പരിപാടികളുണ്ട്. ഈ നോട്ട്സ് പരിപാടികളായിട്ട് കുറെ ഉണ്ട്.
ബേസിക് പരിപാടികളൊക്കെ അറിയാം എങ്കിൽ പോലും എൻ്റെ ഡീപ്പായിട്ടുള്ള കുറച്ച് പരിപാടികൾ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും പാട്ടുകളുടെ പൂർണ്ണ ക്വാളിറ്റിയിൽ എനിക്ക് ഇറക്കാൻ കഴിയും. ഓക്കെ. നമ്മുടെ എംഎച്ച്ആറിന്റെ ഒരു ഫേവറേറ്റ് സ്വന്തം ഉള്ളതിൽ നിന്ന് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടില്ല, പക്ഷെ പക്ഷെ ചിലപ്പോ എങ്ങനെ ആയിരിക്കുന്നല്ലോ എനിക്ക് തോന്നുന്നത്, ഇറങ്ങി കഴിഞ്ഞാൽ കുറെ ഫേവറേറ്റ് സാധനങ്ങൾ ഫേവറേറ്റ് ആവാതെ പോകും. കേട്ട് 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 ഇത് പിന്നെ ഇറങ്ങാത്തായിരിക്കും ഒന്നുകൂടെ നമുക്ക് കൂടുതൽ ഇഷ്ടമാവും. അതായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ഇറങ്ങിയ ട്രാക്കുകളൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതാണ് ഈ 4 വട്ടം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ പെപ്പെ പറഞ്ഞ ട്രാക്ക് ഉണ്ട്, ഞാനും മ്യൂസിക് ചെയ്ത്. പിന്നെ അതില് എസ്.എ, ജോക്കർ, പിന്നെ ഞാനും ചെറുതായിട്ട് പാടിയിട്ടുണ്ടായില് മ്യൂസിക് ബീറ്റ് പരിപാടികളൊക്കെ എനിക്കത് ഭയങ്കര ഫേവറേറ്റാണ്. അത് അങ്ങനെ വലിയ ഹിറ്റൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ല. ഒരു 1 മില്യൻ്റെ അടുത്ത് സ്ട്രീം ആയി തുടങ്ങി സ്പോട്ടിഫൈയിൽ. അപ്പോൾ ആ ട്രാക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അതിലൊരു 4 വരെയൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. പാടാൻ പറ്റും? ആ പാടാം. പിടിമുറുക്കുന്ന കരം കൊണ്ട് താനേ ചിത്തിമിനുക്കിയ പാട്ടു വെച്ചതാണേ, തരിമ പിളക്ക് പറഞ്ഞും കൊണ്ടാണേ, കൊട്ട് അറബിക്ക് തളമുണ്ടുമാനേ. അങ്ങനത്തെ ഒരു 4 വരെയാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അത്രേ ഉള്ളൂ. ഞാൻ അതിൽ അത്രേ പാടിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഹമ്മിങ്, അങ്ങനെ ഒരു ചെറിയൊരു സാധനം സ്റ്റാർട്ടിങ് വന്നിട്ട് നേരെ ഈ വേഴ്സ് കിടക്കുന്നൊരു സാധനം. ഇപ്പം ഒരു 9 years ആയി എന്ന് പറഞ്ഞല്ലോ ഈ ഒരു ഫീൽഡില്. അപ്പം എപ്പോഴായിരുന്നു ആ ഒരു സ്പാർക്ക് വന്നത്? എന്ത് സ്പാർക്കാ? ഈ ഒരു ഫീൽഡിലേക്ക് തിരിയണം എന്നുള്ളൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നായിരുന്നു അത് വന്നത്? എനിക്കിപ്പോ ആദ്യം ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാക്ക് ഇറക്കാൻ റിലീസാക്കുന്ന ടൈമിലൊന്നും എനിക്ക് ഇതായിരിക്കും ഭാവിയിൽ എന്നുള്ള സാധനമൊന്നുമില്ല. പിന്നീട് എനിക്ക് എസ്.എ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ എസ്.എ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എസ്.എ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് ആൾക്ക് ഭയങ്കര വിഷനുള്ള ആർട്ടിസ്റ്റാണ് മുമ്പിലേക്ക്. ആളിലൂടെയാണ് കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിനിങ്ങനെ ഒരു ഭാവിയുണ്ട്, ആൾ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഇങ്ങനെയാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കുറേ തലങ്ങൾ ഇങ്ങനെയാണ്. കഥ അറിഞ്ഞോടെ പിന്നെ ഈ ടൈമിലൊക്കെ ഞാൻ ട്രാക്കുകൾ ഇറക്കുന്നുണ്ട് കേട്ടോ. ഇത് മുന്നിലേക്കുള്ള ഭാവി എന്തായിരിക്കും എന്നുള്ള അറിയില്ല. വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കുമോ മ്യൂസിക് ആയിരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ഈ ആള് പറഞ്ഞ് പിന്നെ ഈ കാര്യങ്ങൾക്ക് ഞാൻ ഇതുപോലെ ഈ എസ്.എ പറഞ്ഞതനുസരിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ നോക്കി, ഇതിൻ്റെ കാര്യങ്ങൾ വശങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് നല്ലൊരു സംഭവം, ഇതിന് നല്ല ഭാവിയുള്ള പരിപാടിയാണ് മ്യൂസിക് എന്നുള്ളത്. പിന്നെ പോരാത്തിന് ആ ടൈമിലൊക്കെ തന്നെയാണ് കുറച്ച് ട്രാക്കുകൾ വെല്ല ഇപ്പം ഈ മണവാളത്തൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ഹിറ്റ്, അത്യാവശ്യം വലിയ ഹിറ്റാണ്. വലിയ ഹിറ്റാണ്. പക്ഷെ അത് ഞാനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തെങ്കിൽ പോലും എനിക്ക് കാര്യമായിട്ടുള്ള മെച്ച പരിപാടികളും അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ടൈമിൽ എംഎച്ച്ആറിനെ എത്ര പേർക്ക് അറിയുന്നു എനിക്കറിയില്ല. ഇല്ല, മിക്ക ആൾക്കാർക്കും അറിയില്ല ഞാൻ ചെയ്താന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു മെച്ചം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് അതുകൊണ്ട് കിട്ടിയതെന്താ വെച്ചാൽ എനിക്കൊരു സംഭവം കിട്ടി. എൻ്റെ ട്രാക്കാണല്ലോ കയറി 80 മില്യൺ യൂട്യൂബ് വ്യൂസ് ഒക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു സാധനം അങ്ങനെ കയറുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ ഉണ്ടായിക്കൂടെ. അപ്പോൾ ആ ഒരു സാധനം കിട്ടി എനിക്ക്, അങ്ങനത്തെ പരിപാടി. പിന്നെ അതിൻ്റെ ശേഷം ഇറക്കിയൊക്കെ ആൾക്കാർ അതിലൂടെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിഞ്ഞല്ലോ ഇങ്ങനെ ഒരു സാധനം എംഎച്ച്ആർ ഉണ്ടാക്കി. കുറച്ച് ചുരുങ്ങിയ ആൾക്കാർ അറിഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള പരിപാടി ഇവിടെ. കാരണം ഇവിടെ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് കുറവാണ്. അപ്പോൾ ആ ടൈമിൽ പ്രത്യേകിച്ച് അതൊരു EDM ചുവള്ള ട്രാക്കാണ്. ഈ മണവാളന്തൊക്കെ EDM പരിപാടിയാണ്. കുറച്ച് ജി ഹൗസ് പരിപാടിയൊക്കെ ഉണ്ട്. മിഡ് ടെമ്പോ മിഡ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ ജോണർ ഉണ്ടായില്ല, ട്രാപ്പ് പ്ലസ് മിഡ് ഹൗസ്. അതൊന്നും കുറെ ആൾക്കാർക്ക് അറിയണ്ടാവില്ല. അത് അറിയുന്നവർക്ക് ചിലപ്പോൾ അറിയാം. ഒരു ഹൗസ് ഒരു ജോണറാ. അതില് ലാസ്റ്റ് വരുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു ലാസ്റ്റ് കുറച്ച് പഞ്ചായിട്ടാണ് വരിക. ആ ഒരു സാധനത്തിന് ഒരു പ്ലഗ് പേസ് ഒക്കെ വന്നിട്ടൊരു സാധനം. അപ്പോൾ അതിന് പറയുന്നതാ. അപ്പോൾ ഇതൊക്കെ തന്നെ ആൾക്കാർ കുറെ പറഞ്ഞു തുടങ്ങി, നല്ല പ്രൊഡക്ഷനാണ്, ക്വാളിറ്റി. അപ്പോൾ ആ ടൈമിലുള്ള ആൾക്കാർ എന്നോട് വന്ന് പറയുന്നതും പിന്നെ ഈ പോലെ ട്രാക്ക് ഹിറ്റ് അടിക്കുന്നതും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ എസ്.എയുടെ ഞാൻ പറഞ്ഞ പോലെ എസ്.എക്ക് പറഞ്ഞതൊക്കെ അനുസരിച്ച് നോക്കിയപ്പോൾ ഇതിലൊരു സാധനം ഉണ്ടാവും, അതാണ് ഒരു വൈത്തിരിവ്, ഇതിലേക്ക് മാറാന്നുള്ള. ഈ മണവാളൻ ടഗ് എന്ന് പറയുമ്പോഴും ഞാനിപ്പോ വന്നപ്പോ ചോദിച്ചായിരുന്നു, അത് ഫിലിമിന് വേണ്ടി കൊടുത്തതാണോ അല്ലെങ്കിൽ? അല്ലല്ല, അത് ആദ്യം ഞാനും ഡബ്സിയും എസ്.എക്ക് ഇങ്ങനെ ഓരോ ജാമിങ് പരിപാടി ആയിട്ടിരിക്കും. ഇങ്ങനെ ട്രാക്കുകൾ ഇങ്ങനെ പുതിയത് ഉണ്ടാക്കുക. ഒരുപാട് മുന്നത്തെ 4 കൊല്ലം മുന്നൊക്കെ ഞാനും എസ്.യും ഡബ്സിയും കൂടെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന കുറേ ട്രാക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇതേപോലെ മണവാളന്തൊക്കെ ഇപ്പൊ ഇറങ്ങിയത് ആ പടത്തുകാരോട്ട് ഇറങ്ങിയതാ. ഇതേപോലെ കുറേ ട്രാക്ക്
ഒരു ട്രാക്കൊക്കെ ഉണ്ട്, എന്താ പേര്, തോക്ക് എന്നൊക്കെ. ഡബ്സിയുടെ നല്ല സാധനം. ഡബ്സി മറ്റേ നെജ്ജത്തങ്ങനെ തിജാൻ അങ്ങനത്തെ ഒരു ട്രാക്ക്, നല്ല രസമുള്ള ട്രാക്കാണ് ഡബ്സിയുടെ. ഞാനാ ബീറ്റ് ചെയ്തത്. അപ്പോൾ ആ ട്രാക്ക് അങ്ങനത്തെ കുറേ റെക്കോർഡിങ് അന്ന് കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ചും കൂടെ പരിപാടികൾ ബാക്കി ഉണ്ടായില്ല, ഇങ്ങനെ നിർത്തി വെച്ചൊക്കെ എല്ലാം. അപ്പം അതുപോലെ ചെയ്ത് വെച്ച ട്രാക്കാണ് മണവാളനൊക്കെ. പിന്നെ ഈ സിനിമക്കാരെന്തോ എൻ്റെ ഒരു ഫ്രണ്ട് പോയി സിനിമക്കാർ കേട്ട് ഈ മണവാളത്തിൻ്റെ, അപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞ ഡബ്സിനെ കോണ്ടാക്ട് ചെയ്യേണ്ടായത്. അങ്ങനെ ഇത് പിന്നെ ഡബ്സ് കംപ്ലീറ്റ് ആക്കി കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പിന്നെ അതിൻ്റെ ശേഷം എൻ്റെ ഇംഗ്ലീഷ് വേഴ്സുകൾ ആഡ് ചെയ്ത് ട്രാക്ക് അടിച്ചു കൊടുത്ത്. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, MHR വോക്കല് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷനിൽ മാത്രമാണോ? കുറെ ആൾക്കാർ എല്ലാത്തിലും ഞാനിപ്പോ മലബാർ ബാങ്കറിലൊക്കെ പാടിയിട്ടുണ്ട് എന്നുള്ള സാധനം. പക്ഷെ ശരിക്കും എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല. പെട്ടെന്ന് എല്ലാവരും ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കി കറക്റ്റ് ഇത് എന്താണ് ഇവൻ ചെയ്തത്, ഇത് ആരാന്നും നോക്കുന്നില്ല. ആ പേരാണ് കേട്ടിട്ട് ഇത് 4 ആൾക്കാർ പാടി. കാരണം മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന് അറിയില്ല ഇവിടുത്തെ ആൾക്കാർക്കൊന്നും എന്താണ് ഇവരെന്താണ് ഈ മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഈ പൈസ ഇറക്കുക, അതാണ് ഈ പ്രൊഡ്യൂസർ. അല്ലല്ല, ഇത് ഇന്നോട് കുറെ ആൾക്കാർ പറഞ്ഞ കാര്യം കേട്ടോ. കുറെ ആൾക്കാർ വന്ന് പറയും ഞാൻ പ്രൊഡ്യൂസറാ, മ്യൂസിക് പ്രൊഡ്യൂസറാണ്, പൈസ ഇറക്കുന്ന നല്ല കാര്യമുള്ളവരെ. പക്ഷെ ഇതാണ് സംഭവം, ഈ പ്രൊഡ്യൂസ് ചെയ്യുക, സ്ക്രാച്ചിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അതിന്റെ ഓരോ ഡ്രംസ് ആണെങ്കിലും അതിൽ പല ഐറ്റം ഡ്രംസ് ഉണ്ടാവും എല്ലാം. ഇപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ മാത്രം നമ്മൾ പുറത്തുനിന്ന്, ഇപ്പോൾ ഗിറ്റാർ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ഗിറ്റാർ വായിച്ചിട്ട് ആർട്ടിസ്റ്റിനോട് വായിച്ചിട്ട് അതിടും. ബാക്കി പരിപാടികളൊക്കെ നമ്മൾ തന്നെ അതിന്റെ ബേസ് ആയാലും ഇലക്ട്രിക് സൗണ്ട്സ് ആയിരിക്കും. ഇപ്പൊ മണവാളത്തിലൊക്കെ ഫുള്ള് ഇലക്ട്രിക് സൗണ്ട്സ്, സൗണ്ട് ഡിസൈനിങ് പരിപാടികളാണ്. ഇപ്പോൾ സിനിമയിലൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ സുഷിനൊക്കെ ചെയ്യുന്ന, സുഷിന്റെ മെയിൻ ഇപ്പം നമ്മളെ ആവേശത്തിലൊക്കെ ഹനുമാൻ കെയിന്റിന്റെ കൂടുതൽ ട്രാക്ക് ഉണ്ട്. അതിലൊക്കെ മുഴുവനും മീഡിയം ഒരു ഹൗസ് പരിപാടിയാണ് അതിലൊക്കെ പിടിച്ചിട്ടുള്ളത്. ഒക്കെ ഇലക്ട്രിക് സൗണ്ട്സ് ആണുള്ളത്. അപ്പൊ അതിന് ഭാവിയുള്ള നല്ല ഭാവിയുള്ള പരിപാടി. ഇഡിയമും ഭയങ്കരമായിട്ട് ഭാവിയുള്ള, കാരണം പുറത്തൊക്കെ ഓൾറെഡി കളിച്ച് കഴിഞ്ഞ പരിപാടിയാണ്. ഇവിടെ ഇപ്പോഴാണ് ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പോ നമ്മൾ എന്തായാലും പറഞ്ഞിരുന്നത് അതില് പാടിയെന്നുള്ള തെറ്റിദ്ധാരണ. അപ്പോ ഈ സംഭവം പലർക്കും എന്താ വിചാരം, ഞാൻ ഇതിൽ പാടിയിട്ടുണ്ട്, ഈ മലബാരി ബാങ്കറിൽ ഞാൻ പാടിയിട്ടുണ്ട്. കുറെ ആൾക്കാര് ഞാൻ സ്റ്റേജിലൊക്കെ പോകുമ്പോഴേ, പെർഫോമിങ്ങിന് പോകുമ്പോ ഞാൻ കൺസോളിലുണ്ടാവുക. ഈ ഞാൻ പാടിയ പാട്ടിന് മാത്രം മുമ്പൊക്കെ ഒന്ന് പാടും, ബാക്കില്ലാത്തതിന് ഞാൻ കൺസോള് മിക്സർ ഹാൻഡിൽ ചെയ്യാം. അപ്പോ ഞാനിങ്ങനെ ഇതിന് മലബാരി ബാങ്കർ ഇങ്ങനെ വരുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കും, ഇന്റെ വേഴ്സ് എപ്പോഴും വരുന്നത്, ഞാൻ എപ്പോഴും പാടുന്നത്. ഫസ്റ്റത്തെ കുറച്ച് ഷോക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ പാടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ എല്ലാ ഷോന്റെ പോലും മലബാരി ബാങ്കർ പാടുന്നതിന്റെ മുന്നേ ഞാൻ പറയും, ഈ മലബാരി ബാങ്കർ ഞാൻ പാടിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ സംഭവം ക്ലിയർ ചെയ്ത് കൊടുക്കുമല്ലായിരുന്നു. ഇതിന്റെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്താണ് ഞാൻ. എല്ലാവർക്കും ഇപ്പോൾ ആ സംഭവം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇങ്ങനെ മ്യൂസിക് പ്രൊഡ്യൂസറാണ്, എല്ലാ ഷോക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പരിപാടി. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഈ പറഞ്ഞ 4 വട്ടം, നൈപ്പ്, പിന്നെ ഈ പറഞ്ഞ മഞ്ചാബി, അങ്ങനത്തെ കുറച്ച് ട്രാക്കുകളൊക്കെ ഞാൻ പാടി. തിരക്കി വന്ന നേരം കുറച്ച് പണ്ടൊക്കെ ട്രാക്ക്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സാധനം, അതിപ്പോ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരക്കി വന്ന നേരം ഒന്ന് കേട്ടാലോ? അല്ല, ഞാൻ പാടി വെക്കാം, പക്ഷെ ഭയങ്കര സൗണ്ട് ആൻഡ് സീനാ. അത് ഭയങ്കര മെലോഡിക് സാധനം. എനിക്ക് ജലദോഷവും തൊണ്ടവേനയും. തിരക്കി വന്ന നേരം പിന്നിൽ നിന്ന കാലം നരകം പോലെയാകും, കുറേയാകും, ഇളകി നിന്ന വേരും കഴുത്തറുത്ത് പോകും, എരിഞ്ഞു തീയാകും, ഇല്ലാതാകും. അങ്ങനത്തെ ഒരു സാധനം. അത്രേ ഉള്ളൂ, ചെറിയൊരു സാധനം. ഇതിലെന്താ എഴുതിയിട്ടുണ്ടോ? എഴുത്തും കമ്പോസിങ്ങും പാട്ടും മ്യൂസിക് പ്രൊഡക്ഷനും മ്യൂസിക്കും എല്ലാം ഞാൻ തന്നെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4 വട്ടം ഇപ്പൊ ഹിറ്റായി. എനിക്ക് തോന്നുന്നു ഏത് കോളേജ് ഫംഗ്ഷനിൽ ചെന്നാലും പിള്ളേര് അതെടുത്തിട്ട് ഡാൻസ് ചെയ്യാനും കൂടുതലും എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ആ ഒരു പാട്ട്. അപ്പൊ 4 വട്ടത്തിന്റെ സ്റ്റോറി എന്താ? 4 വട്ടത്തിന്റെ സ്റ്റോറി ശരിക്കും പറഞ്ഞാല് ഈ സുലൈഖ മനസ് സിനിമയിലെ ഓളമപ്പ് ട്രാക്ക് അറിയോ, അതിനു വേണ്ടി ഡബ്സിങ് ചെയ്തെടുത്ത മ്യൂസിക് ആണ് അത് ശരിക്കും. ഡബ്സിങ് തന്നപ്പോൾ ഞാൻ അതിനു വേണ്ടി ചെയ്തെടുത്താ. പിന്നെ ഡബ്സിക്ക് ഒന്നുകൂടെ BPM കൂടിയ ട്രാക്കാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ SHMR എന്ന് പറഞ്ഞ വേറെ പ്രൊഡ്യൂസർ ഉണ്ട്, ആളാണ് പിന്നെ അത് ചെയ്തത് മ്യൂസിക്. അപ്പൊ ഈ സാധനം ഇതിവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇതിന്റെ മ്യൂസിക് മാത്രം. അപ്പൊ ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇതിൽ ഈ ബീറ്റിൽ എന്തെങ്കിലും കമ്പോസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ആ മൂഡിലൊരു സാധനം ഇങ്ങനെ ചെയ്ത്. പിന്നെ അത് ഞാനവിടെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് എസ് ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യലൊക്കെ. അങ്ങനെ എസ് ഇരിക്കുമ്പോൾ എസ് ഇങ്ങനെ കേട്ടിട്ട് ഇത്
മോളല്ലെങ്കിൽ അപ്പോൾ ഒരു ലിറിക്സ് ചെയ്ത് തരാറുണ്ട്. എസ് ഇങ്ങനെ അവിടെ ഞങ്ങൾ വർക്ക് ചെയ്യണ ഇതിലൊരു 2 റൂമുണ്ട്. അപ്പുറത്തെ റൂം പോയിട്ട് ഓനൊരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് 4 വരി എസ് എനിക്ക് ഉണ്ടാക്കി തന്നത്. കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് വരച്ച വട്ടം കാലം കൊണ്ട് മായ്ച്ചു വെച്ച കാലമില്ല നായ്ച്ച വട്ടം ആ സാധനം. അപ്പോൾ അത് ഓൻ എഴുതി തന്നെ. അങ്ങനെ ആ സാധനം ഇങ്ങനെ ആയി. പിന്നെ അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ അങ്ങനെ പണിയെടുത്ത് കുറച്ചും കൂടെ ലിറിക്സ് കംപ്ലീറ്റ് ആക്കി ഇതൊരു പാട്ടാക്കി വിടാന്നുള്ള പരിപാടിയിലാണ് നിന്ന്. അങ്ങനെ ഞാൻ ബാക്കി കുറച്ച് ലിറിക്സ് എഴുതി. എനിക്ക് അപ്പോൾ എഴുതാൻ കുറേ ആൾക്കാർ സഹായിച്ചിരുന്നു, ലിൽപ്പേനൊക്കെ. ബാക്കി ഞാൻ തന്നെ എഴുതി അങ്ങനെ. പിന്നെ അതിൻ്റെ ഡ്രോപ്പ് ഉണ്ടാക്കി. പിന്നെ അതിലും ഈ പറഞ്ഞ ജോക്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡബ്സിനായിട്ടൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? ഡബ്സിനായിട്ട് ഞാൻ 4 വർഷമായിട്ടുണ്ടാവും. ഭയങ്കര നല്ല പോണ്ടാ, അടിപൊളിയാ. ഈടായിട്ട് ചെറിയ പ്രശ്നങ്ങൾ, പക്ഷെ അതൊക്കെ ലാബിലുമായി ബന്ധപ്പെട്ട കുറച്ച് കേസുകളാണ്. നേരിട്ടുള്ള പ്രശ്നമൊന്നുമില്ല അങ്ങനെ. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പടച്ചോറ് എന്ന് പറഞ്ഞ ഒരു സോങ്, അപ്പം അതിന്റെ സ്റ്റോറി എങ്ങനെയാണ്? അതിന്റെ സ്റ്റോറി ഞാൻ ഇതേപോലെ ആ ട്രാക്കിങ് ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ട്രാക്ക് ഇപിയിലേക്ക് വേണമെന്നുണ്ടായിരുന്നു ഒരു ട്രാക്ക്. അപ്പോൾ ഞാൻ ലിൽപ്പ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞു, എടാ മണ്ട എനിക്ക് ഇങ്ങനെ അവന് ബുദ്ധിയില്ലാത്തോട് വിളിക്കുക, വേറെ ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സാധനം വേണം എനിക്ക്. കുറച്ച് ഓന് ചെയ്യുന്ന പറഞ്ഞ കബർ അങ്ങനത്തെ ട്രാക്കുകളോ ചെയ്യാം, ഭയങ്കര മെലോഡിക്കായിട്ട് പറഞ്ഞ ഒരു R&B മൂഡുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്ക് വേണം എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനൊരു ബീറ്റ് ചെയ്ത് അത് കൊടുത്ത് ഓൻ ചെയ്തു തന്ന. ഇപ്പൊ മഞ്ചാബിയുടെ പാടാൻ പറ്റുമോ? മഞ്ചാബിയുടെ പാടാം, ഇപ്പോൾ പാട്ടായിരുന്നല്ലോ പഠിച്ചോനെ. ഉഷാറ് കണക്കിന് നിന്നോരാണ് കുഞ്ഞാപ്പു കളി വിട്ട് നിന്നാ നേര് 500 800 ഒന്നാണോന് എന്താജി പറയണം പെരീക്കുന്നരിമണി കൊടുക്കാത്തോന് കറിക്കുന്നുള്ള കണ്ടം വാങ്ങിയിലോന് മരേക്കുന്നുള്ള പണി നോക്കിയാലോന് തടീത്ത പൊടി തട്ടിപ്പോകാൻ നോക്ക് സാധനം. പിന്നെ തന്തനാറ് പോവാ. ഇപ്പം ഇതിലിപ്പം ഫിലിംസിൽ നിന്ന് വരുന്ന ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഫിലിം സൈഡിൽ നിന്ന് വരുന്നു. ഞാൻ സത്യം പറയാലോ, പൊന്തിച്ച് പറയല, ഫിലിം എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ മൂവിയുള്ള പരിപാടിയാണ്. ഫിലിം സൈഡ് ഞാൻ വരുന്ന മിക്ക പരിപാടികളും ഞാൻ എടുക്കലില്ല, ഒഴിവാക്കുന്നതാണ് പതിവ്. ഒന്നാമത് എനിക്കറിയാം, കാരണം ഇപ്പം മണവാളത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ടൈമിൽ കാരണം എനിക്ക് ആകെ ഇടങ്ങാറായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മണവാളന്തക്കിൻ്റെ അവർക്ക് ഈ സിനിമക്കാരത്തല്ല കേട്ടോ, അതിൻ്റെ മ്യൂസിക് അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ടൈമിൽ മ്യൂസിക് പ്രൊഡ്യൂസർ എന്താണെന്ന് ഒരു മ്യൂസിക് ലേബലിന് അറിയില്ല. ആ മ്യൂസിക്കിൽ ഇത് ചെയ്ത ലേബലിന് മ്യൂസിക് ഞാൻ ആരാന്ന് ചോദിക്കുന്നു എന്നോട്, എന്താണെന്ന്. ഞാൻ സ്പോട്ടിഫൈയിൽ എൻ്റെ പേര് വരില്ലെന്ന് ഞാൻ ചോദിച്ചു, MHR എന്നല്ല, കാരണം സ്പോട്ടിഫൈ എൻ്റെ അക്കൗണ്ടിലേക്ക് വരണം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്, മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അപ്പോൾ ഈ എന്തായാലും ചെയ്ത് ഞാൻ ഈ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്താണ്. അതെന്താ അവർ ഇതേ സാധനമാണ്, പൈസ കൊടുത്ത് പൈസൻ്റെ സാധനമാണ് നോക്കി കയറുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? സ്വന്തം നമ്മുടെ സാധനം എന്താണെന്ന് കൂടി അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു മ്യൂസിക് ലേബലാണ്, മ്യൂസിക് പബ്ലിഷ് ചെയ്യുന്ന ഒരു ലേബൽസിന് ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഉള്ളടക്കം അറിയില്ല എന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇത് മ്യൂസിക് പ്രൊഡ്യൂസറിന് ഒരു ബേസിക് സംഭവമാണ്, അതെങ്കിലും അറിയണ്ടേ. അതൊരു റീസണാണ്. പിന്നെ ഒന്നാമത് ഫിനാൻഷ്യലി വലിയ രീതിയിലുള്ള മെച്ചം എനിക്ക് തോന്നിയിട്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ മലബാരി ബാങ്കർ ഇല്ലേ, ഞാൻ കേട്ടോ ഈ ഒരു സിനിമയിൽ എനിക്കറിയില്ല, ഓരോ പ്രൊഡക്ഷനും ഓരോ രീതിയിലായിരിക്കും കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ളൊരു സംഭവം കിട്ടും. കാരണം നമുക്ക് ഈ പാട്ട് വിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പടത്തിന് നമ്മൾ കൊടുക്കുക ചെയ്യാം. പ്രോമോ സോങ് ഒക്കെ ആണെങ്കിൽ ആ പടത്തിന് സെല്ല് ചെയ്യും. സെല്ല് ചെയ്താൽ പിന്നെ നമുക്ക് യാതൊരു അതിൻ്റെ കോപ്പിറൈറ്റ് പരിപാടികൾ അതിൻ്റെ ഇൻകം വേറെ രീതിയിലും വരില്ല. പിന്നെ പല ഡീലും വെക്കാം, കൂടുതലും ഒരു 90% ഇങ്ങനെ ഡീൽ ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 500 റുപ്യ കിട്ടില്ല. അപ്പോൾ ഈ ഒരു പൈസ ഒന്നും കിട്ടാതെ നമ്മൾ ഇവർക്ക് കൊടുത്താൽ നമ്മളൊരു ആർട്ട് കൊണ്ട് ചിലപ്പം ഭയങ്കര മില്യനൊക്കെ അടിച്ച് പോകും ട്രാക്ക്. കാരണം നമ്മളെ ആർട്ടിൽ ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്, എങ്ങനെയായാലും അത്യാവശ്യം കയറി പോകും. കാരണം അവർ പ്രൊമോഷൻ നമ്മൾ ഒരു പ്രൊമോട്ടും ചെയ്യാതെയാണ് മലബാരി ബാങ്കറൊക്കെ 40 മില്യൺ 50 മില്യൺ കയറി പോകുന്നത്. നമ്മളൊരു പ്രൊമോഷൻ ഇല്ല, നേരെ യൂട്യൂബിൽ ഇടുക, സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്യുക, അങ്ങനെ. അപ്പോൾ അവരുടെ ഭാഗത്ത് പ്രൊമോഷൻ കൂടി ആകുമ്പോൾ സാധനം എന്തായാലും കയറും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാക്കിന് നമുക്ക് യാതൊരുവിധ പെർസെൻറ്റേജോ പരിപാടിയോ ഒന്നും ഇല്ലാതെ കൊടുക്കുക. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നതിൻ്റെ ഒരു പവർ വേറെ ഒന്നും കിട്ടില്ല നമുക്ക്. ഇത് നമ്മളൊരാളെ അടിയിലല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടത്തിന് പാട്ടെടുക്കുക, ഒരു പടത്തിന് വേണ്ടിയോ ഇവർ ഇന്ന തീം പറയുന്നത് ഇതുപോലത്തെ സാധനം അങ്ങനെയൊന്നുമില്ല. അത് നമ്മളെ മനസ്സിലെന്താ അത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഫിലിമിലേക്കുള്ള പരിപാടി ചൂട്ടി. ഈ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്താ?
സ്ട്രഗിള് ആരും അറിയില്ല എന്നുള്ളത്. ഒന്നാമത് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സംഭവം. അത് ഭയങ്കര ഗതികേടാ. കാരണം മ്യൂസിക് പ്രൊഡ്യൂസർ ആകുമ്പോ തന്നെ എന്ത് പ്രൊഡ്യൂസർ ആകുമ്പോ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് ഇന്നതാണ് സംഭവം. ഇവര് ഈ അലവാക്കറിന്റെ ഒക്കെ പാട്ട് കേട്ടിട്ടുണ്ടാവും, അതൊക്കെ ഭയങ്കര അലവാക്കറല്ലേ സ്ക്രില്ലക്സിലെ. പക്ഷെ ഓർക്കുന്നാല് ഈ പറയുന്ന ആൾക്കാർക്ക് ഇത് എന്ത് സംഭവം എന്ന് അറിയില്ല. ഇപ്പൊ ഒരു പടത്തില് എല്ലാ സിനിമയിലും ഒരു മ്യൂസിക് ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിന്റെ ബാക്കിൽ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. കാരണം ഇവര് മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ, ചില മ്യൂസിക് ഡയറക്ടേഴ്സ് പ്രൊഡക്ഷനും ചെയ്യും കേട്ടോ. ചില കൂടുതലും ഇവര് കമ്പോസ് ചെയ്യും ഈ ഒരു പാട്ടിന്റെ ഈണം. ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും പാട്ട് എടുക്കണേ, അപ്പോൾ അതിന്റെ പാട്ടിന്റെ ആ ഒരു ഈണം കമ്പോസ് ചെയ്യും. ബാക്കി എന്നിട്ട് വരികൾ വേറെ ആളെ കൊണ്ട് എഴുതിക്കും. ബാക്കി ചിലപ്പോൾ ഒരു ഗിറ്റാർ വേണമെങ്കിൽ ആളെ കൊണ്ട് ഇങ്ങനെ അതിൽ ഗിറ്റാർ വേണം. ബാക്കി ഡ്രംസ് പരിപാടികൾ അല്ലെങ്കിൽ ടൈറ്റ് ആക്കുന്ന കുറച്ച് ചാടിക്കളി പരിപാടിയൊക്കെ ഉണ്ടാക്കി മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്താ. എന്നിട്ട് പേരും ചിലപ്പോൾ BGM ഇല്ലേ, BGMന്റെ കേസിൽ പറയുമ്പോൾ മെയിൻ ആയിട്ട് ഈ BGM ഒക്കെ ഉണ്ടാക്കുന്ന മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. മിക്കതിലും ഡയറക്ടേഴ്സിന്റെ ഒക്കെ ചെറിയ ശതമാനം മ്യൂസിക് ഡയറക്ടേഴ്സ് അതിൽ ഇങ്ങനെ ഈ ഒരു മൂടൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ സാധനമുണ്ട്. ബാക്കി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുക. പക്ഷെ ഈ പറയുമ്പോൾ എന്താ ഇത് ഈ ആൾ ഉണ്ടാക്കി മ്യൂസിക്, ഈ മ്യൂസിക് ഡയറക്ടർ അടിപൊളി ആ സാധനം വരാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുമ്പോൾ അതൊക്കെ അത് മറിച്ച് ഇപ്പോൾ ഈ സ്പോട്ടിഫൈയിലൊക്കെ പേര് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ BGMനൊക്കെ സ്പോട്ടിഫൈയിൽ BGM ഒക്കെ അപ്ലോഡ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ. അപ്പോൾ ആർട്ടിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ആരാണ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആണോ അതിൽ ഇൻവോൾവ് ആയത് അവരും കൂടെ അക്കൗണ്ടിൽ ആഡ് ചെയ്താൽ സ്പോട്ടിഫൈയിലൊക്കെ ആഡ് ചെയ്താൽ അടിപൊളിയാവും. അപ്പൊ അങ്ങനെയൊക്കെ പുറത്തൊക്കെ പരിപാടിയാ. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നമായത് മെയിൻ പ്രശ്നമാണ് അത്. പുറത്തൊക്കെ പരിപാടി എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഈ സിനിമയിലേക്കൊക്കെ അവിടെ സിനിമയിൽ ഈ പാട്ടുകൾ പരിപാടി കുറവാണ്. പക്ഷെ ഇവർ ഈ പുറത്ത് ആർട്ടിസ്റ്റുകളടുത്ത് വാങ്ങല ഇതുപോലെ പ്രൊമോ സോങ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ചെയ്യിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പുറത്തത്തെ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് മെയിൻ ആയിട്ടുണ്ടാവും. ഇപ്പോൾ DJ സ്നേക്കിന്റെ ട്രാക്ക് എന്നൊക്കെ പറയാം. DJ സ്നേക്കിന്റെ ട്രാക്ക് അങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ റണിറ്റ് എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഭയങ്കര നമ്മളെ ഷാങ്ചി എന്ന് പറഞ്ഞ പടത്ത് ഇത് ചെയ്താൽ. പിന്നെ ഇപ്പോൾ സ്പൈഡർമാൻ പുതിയ ആനിമേഷൻ കണ്ടിട്ടുണ്ടോ, സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർ വേഴ്സ്. അതിന്റെ ഫുൾ സൗണ്ട് ട്രാക്ക് ചെയ്തിട്ടുള്ളത് മ്യൂസിക് പ്രൊഡ്യൂസർ ആയിട്ടുള്ള മെട്രോ ഭൂമി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ്, മ്യൂസിക് പ്രൊഡ്യൂസർ. ഭയങ്കര വൈറലാണ് ആ ട്രാക്ക്, ഫുൾ ട്രാക്കും. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് മെയിനാണ്. വീട്ടിലേക്ക് റിയാക്ഷൻ എങ്ങനെ, ലൈക്ക് ഫസ്റ്റ് ടൈമിലും ഇപ്പോൾ ആ ഒരു നല്ല മാറ്റം. കാരണം അത് ഞാൻ പണിക്ക് പോയിരുന്ന ആളാണ്, ഒരു ചെരുപ്പിന്റെ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്താ 2 കൊല്ലം മുന്നേ. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാനിങ്ങനെ അന്നാണ് അവിടെ നിന്നിട്ട് മണവളന്നൊക്കെ ഉണ്ടാക്കുന്നത്. ഷോപ്പിൽ നിന്ന് വന്ന് ഒരു 10 മണിയുടെ ശേഷം, ഷോപ്പ് 10 മണി വരെ ഉണ്ടായിരുന്നു. 10 മണിയുടെ ശേഷം വന്നിട്ട് ഒരു 2 മണിക്കൂർ ഇങ്ങനെ ഇരുന്നിരുന്ന ഓരോ പാട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് അങ്ങനെ ഉണ്ടാക്കിയതാ മണവളന്നൊക്കെ കുറച്ച് പാട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അന്നത്തെ ടൈമിലൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഷോപ്പിൽ പണിയെടുക്കുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ പറയും ഇതെന്താണ് ഇതുകൊണ്ട് വല്ലതും വെച്ചിട്ടുണ്ടോ. പിന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോഴും ഉണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്, മുഴുവനായിട്ട് ഇറങ്ങിയില്ലേ. അപ്പോൾ പിന്നെ ഫിനാൻഷ്യലി ഓരോ ട്രാക്കിന് ഹിറ്റായി ഇങ്ങനെ വരുമ്പോൾ ഫിനാൻഷ്യലി സെറ്റായി വന്നപ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ വീട്ടിൽ റെഡിയായി. ഈ മലബാരി ബാങ്കറിന്റെ എന്താ സ്റ്റോറി? ആ മലബാരി ബാങ്കറിന്റെ സ്റ്റോറി, ഒരു ദിവസം ഞാനും ജോക്കർ എൻ്റെ വീട്ടിലേക്ക് വന്ന്, ജോക്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. അപ്പോൾ വെറുതെ വന്ന എന്തോ ഒരു ചെറിയ വീഡിയോ ഞങ്ങളിങ്ങനെ റീൽസ് എന്തോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ വന്നപ്പോൾ അവൻ പറഞ്ഞു ഒരിക്കലും ഇമോഷണൽ ട്രാക്ക് മ്യൂസിക് ഉണ്ടാക്കി തരുക വെച്ച്. അപ്പോൾ ഞാൻ ഇമോഷണൽ സാധനം ഇങ്ങനെ നോക്കിയിട്ട് എത്ര ആയിട്ടുണ്ട് ആ ടൈമിൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ വരില്ല, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നല്ല എനിക്ക് വരുള്ളൂ. ഞാൻ പറഞ്ഞാൽ അത് വരണേ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കാറ്. അപ്പോൾ ഒരു ഇങ്ങനത്തെ ഈ മലബാരി ബാങ്കറിന്റെ ബീറ്റിന്റെ സ്റ്റാർട്ടിങ് പുറത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയപ്പോൾ ഓനക്കപ്പോൾ പറ്റിയില്ല. ഈ ജോക്കറിന് ഇഷ്ടമായില്ല, ഇടയ്ക്ക് ഇമോഷണൽ മതി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു മെലഡി വേണം, എൻ്റെ പെയിൻ അറിയിക്കാനുള്ള ഒരു സാധനം വേണം എന്ന് പറഞ്ഞിട്ട് ഓന്. പക്ഷെ ഞാൻ അയച്ചു കൊടുത്തെന്നാല് വാട്സപ്പ് എന്തെങ്കിലും ഇരുന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ വരും, എന്തെങ്കിലും അതിലിങ്ങനെ ചെയ്ത് നോക്കാറ് അയച്ചു കൊടുത്ത്. അപ്പൊ ഒന്നും വരാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്ത് ആ ഒരു കമ്പോസിങ് സാധനം ഇതുകൊണ്ട് പാടി വെക്കാറ്. പിന്നെ പിറ്റേ ദിവസം ഈ വരിട്ട് ബോയ് ഓർ ബാങ്ക് മലബാരി ബാങ്ക് സാധനം ഒരു മാറിയ സാധനം ആ ടൈമിൽ പെട്ടെന്ന് പിറ്റേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. പിന്നെ ഈ സാധനം പിന്നെ ഇങ്ങനെ കുറച്ച് വരുവായി എഴുതി വന്നപ്പോൾ ഭയങ്കര രസമായി വന്ന്. എല്ലാവരും പറഞ്ഞു അത് നല്ല രസമുണ്ടല്ലോ ട്രാക്ക് കയറുന്ന സാധനമായി. പിന്നെ എസ് എ ഉണ്ട് രണ്ടാമത് വരുന്ന ഡ്രോപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ എസ്സയും കയറി ആ ബോയോ ബേ ആ സ്പീഡ് റാപ്പൊക്കെ വരുന്നത്.
അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇത് വെറുതെ ഏതായാലും ഷോക്ക് പെർഫോം ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടി ആ മിഡിലത്തെ EDM പോർഷൻ ഉണ്ടല്ലോ അപ്പോഴാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ബിൽഡ് ചെയ്ത് വന്നപ്പോ സാധനം ഭയങ്കര പുടുത്തം വിട്ടപ്പോ പോലെ. അപ്പൊ പിന്നെ വെറുതെ ഡാബ്സിക്ക് എടാ ഇജുണ്ടാ അതിങ്ങനെ ചെയ്യണ്ടേ ഞങ്ങൾട്ട് പറഞ്ഞു. അവളെ ഡാബ്സി പറഞ്ഞ് പിന്നെ ഞാൻ അല്ലാതെ പറഞ്ഞു ഓനക്ക് ഇത് കേട്ടോടെ അവനക്ക് ഇഷ്ടമായി. അപ്പൊ ഓനും കയറി ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഓനും അയച്ചു. അങ്ങനെ ഒറ്റ പോക്കാ അതിന് ഒറ്റ ഉണ്ടാക്കുന്ന സാധനം. ഇപ്പം നിങ്ങളിപ്പം ഡബ്സി, ബേബി ജീൻ അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പം വേടന്റെ ഒക്കെ സോങ്സ് എടുത്ത് നോക്കിയാൽ ഇപ്പം കാസ്റ്റ് റിലേറ്റഡ് കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതേപോലെ MHRന്റെ വർക്ക്സ് നോക്കുമ്പോ എന്താണ് ആ ഒരു ഫയർ? ഇന്ത്യയിൽ ലിറിക്കലി ഫയർ ഇന്ത്യയിൽ കുറവായിരിക്കും. കാരണം ഞാൻ ലിറിക്കൽ അത്ര ഒന്നുമല്ല. പിന്നെ മെലോഡി ഞാൻ കമ്പോസ് ചെയ്യുന്ന എൻ്റെ ബീറ്റിൽ കമ്പോസ് ചെയ്യുന്നത് കൂടുതലും അറബിക് മാപ്പിള സാധനങ്ങൾ കമ്പോസ് ചെയ്യലുണ്ട്. അപ്പം അതിൽ എനിക്ക് എൻ്റെ മെലഡി കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന മെലഡീസ് ഞാൻ ഇറക്കിയ ഒരു 5-8 ട്രാക്കുകളും ഭയങ്കരമായിട്ട് സ്റ്റോറിയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് മിക്ക ട്രാക്കുകളും. കാരണം ഞാൻ ഇടുന്ന EDM പോർഷൻ ഉണ്ടല്ലോ ബീറ്റ് ഡ്രോപ്പ്, അത് മിക്ക ട്രാക്കുകളും ഈ സ്റ്റോറിയിൽ ട്രെൻഡായി പോയ സാധനങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മെലഡി ഇഷ്ടമാവുന്നുണ്ട്. എൻ്റെ ഡ്രോപ്പ് പരിപാടികൾ എൻ്റെ ബീറ്റുകളൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മെലഡി കമ്പോസിങ് സ്റ്റൈൽ എൻ്റെ ഒരു യുണീക്നെസ് ആയിട്ട് എൻ്റെ ആയിട്ടുള്ള സൗണ്ടാണ്. ഞാനായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആരുമില്ല, ഞാൻ എൻ്റെ പൊക്കി പറയല്ല, ഇവിടെ അങ്ങനെ ആ ഒരു ടൈപ്പ് മെലഡി ചെയ്യുന്ന ആരുമില്ല. ആ ഒരു ടൈപ്പ് ഇട്ടാ ഒരുപാട് നല്ല മെലഡി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ സൗണ്ട് യുണീക്കാണ്. ആ ഒരു കാര്യത്തിലുണ്ട്. ഇപ്പം ഈ റാപ്പ് അല്ലെങ്കിൽ ഇതേപോലത്തെ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് കൂടുതൽ കേൾക്കുന്ന ആൾക്കാർ ഒഫൻഡഡ് ആവരുത് എന്നാലും പറയാണ്. ഇപ്പം ലൈക്ക് കുറച്ച് ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഫാൻസ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം പുറത്തേക്ക് വരുന്നത് എന്നുള്ള ടൈപ്പ് കുറവാണ് ഇന്നത്തെ കാലത്ത്, എന്നാലും പറയുന്നുണ്ടല്ലോ. എന്നുവെച്ചാല് ചെയ്യുന്ന ആൾക്കാരല്ലേ യൂസ് ചെയ്യുന്ന, ഇത് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു കഴിവ് പുറത്തേക്ക് വരുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് വരാം. ചിലപ്പോൾ എന്റെ ചുണ്ട കണ്ടാൽ കറുത്തിട്ടായിരിക്കും. എന്നോട് കുറെ ആൾക്കാർ സിഗരറ്റ് വലിക്കും, അതുകൊണ്ട് പറയാം ഞാന് എനിക്ക് ലഭ്യത കുറവുണ്ടോ ഒന്നുമില്ല, എനിക്ക് നല്ല ലഭ്യത സാധനം കിട്ടായൊന്നുമില്ല എന്തുവാണെങ്കിലും. പക്ഷെ ഉള്ളത് പറയാം, ഞാൻ ഇതുവരെ ഒരു സാധനം കുടിയും പരിപാടിയും വലിയൊന്നുമില്ല. അത് ഇനിയിപ്പോ കുടിക്കുന്നുണ്ടെങ്കിലും വലിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തുറന്നു പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉള്ള സത്യം പോലെ പറയാം, ഞാൻ ആ സാധനം യൂസ് ചെയ്യുന്നില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ വളർന്നു വന്ന എൻ്റെ കൂട്ടം അങ്ങനെയായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ കൂട്ടുകാരില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ സാധനം വേണം എന്നുള്ളതൊന്നും. അതുകൊണ്ട് ഈ പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ഇത് ഉണ്ടായാലേ പറ്റുള്ളൂ എന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു തെറ്റിദ്ധാരണയാണ്. പിന്നെ കുറച്ചൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ എന്നുവെച്ചാല് ചിലവര് ഇത് കാണിച്ച് നടക്കുന്നവരുണ്ടാവല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ വലിക്കുന്ന പരിപാടി കുറെ മ്യൂസിക് വീഡിയോയിലൊക്കെ ആയാലും ഈ പരിപാടികളൊക്കെ കാണിച്ച് അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരുന്നതും ആവാം. അത് ഓരോരുത്തർ കൾച്ചറൊക്കെയാണ് ഇത് ഫ്ലെക്സ് ചെയ്യുന്നത് പരിപാടിയൊക്കെ. അപ്പൊ അതുകൊണ്ടൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് അത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ MHRന്റെ ഒരു സാധാരണ ഒരു സോങ്, ഇങ്ങനത്തെ സോങ്ങാ ഏതാണ് ഇഷ്ടമുള്ള പാടിക്കോ? ആണോ അങ്ങനെ പറയല്ലേ. ഞാൻ വേണേ ഇന്ത്യ ഒരു പാട്ട് കൂടി പാടിത്തരാം. ശരി, ഇറങ്ങാത്തൊരു പാട്ട് പാടും. അന്ന് പാടിക്കോ. പ്രയോജനമുള്ളതെന്ന് താങ്ങി ഉള്ളതിൽ നല്ലതെന്ന് മാങ്ങി പെറുക്കി വെച്ച കൂട്ടത്തിൽ പാടി കരക്ക് തിരിച്ചിട്ടതല്ല പാടീനോ. ഓൻ്റെ അടുത്ത് പാട്ട് കുറയായിനോ, ബീറ്റ് മാണ്ട പാട്ട് മതി പാടീനോ. കാത്തു വെച്ച കാലം അടുത്തായിനോ, ഡ്രോപ്പ് കെട്ടി ചാടിക്കളി മാറ്റീനോ. അങ്ങനത്തെ ഒരു സാധനം അത് കൈയ്യടക്കണ്ടോ? സൂപ്പർ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്, എന്നാലും ഇവിടെ ഇരിക്കുമ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരുകളിൽ ഒന്നാണ് എസ്. അപ്പം എന്താണ് എസ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നു? ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. നമ്മള് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. എത്ര നാളായിട്ട്? ഈ ഡബ്സി ഞാൻ പറഞ്ഞ ഡബ്സി ഞങ്ങൾ ഒരുമിച്ച് ഒരു 3-4 വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ മെയിൻ പറയാനുള്ള ഇപ്പൊ പലരും പറയും നമ്മളെ പാട്ടുകളൊക്കെ ഒരു ഇവരൊക്കെ പറയും, എസ്സേനൊക്കെ പറയും മലബാർ എസ് ഡബ്സി പയ്യനും ബേബിജിനൊക്കെ മലബാർ റാപ്പേഴ്സ് എന്നൊക്കെ പറയും. കുറെ ആൾക്കാർ മലബാർ ഒരു മാപ്പിളപ്പാട്ടാണ്, റാപ്പല്ല ആ പരിപാടിയൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഇപ്പൊ ഈ പറയുന്നവരൊന്നും പറഞ്ഞോട്ടെ, മാപ്പിള ഷോ ഉണ്ടായതുകൊണ്ടായിരിക്കും പറയുന്നിട്ടാ, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ അങ്ങനെ പറയുന്നവർ ഈ ഒരു സംഭവം കൂടെ കേൾക്കണം. എന്ന് വെച്ചാല് എസ്സേയുടെ ഒക്കെ ഇയോളജി പറഞ്ഞൊരു ആൽബമൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു 8-9 ബീറ്റ്, ഞാൻ അതിൽ 10-11 സോങ് ഉണ്ട്. അതിൽ 8-9 ബീറ്റ് ഞാനാ ചെയ്ത് മ്യൂസിക്.
അപ്പോൾ അതൊക്കെ കേട്ടാൽ ഭയങ്കര ഇൻ്റർനാഷണൽ ട്രാക്കാണ്. ഒരു മലയാളി ചെയ്താന്ന് ഒരിക്കലും പറയില്ല, അങ്ങനത്തെ ട്രാക്കുകളാണ്. അപ്പോൾ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. കുറേ മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ അറിയാം, എസ് ഇങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട് ഭയങ്കര. പിന്നോട് ഇപ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് റാപ്പർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എസ് എന്ന് പറയുള്ളൂ. ഇന്ത്യത്തെ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് റാപ്പർ ആരാന്ന് വെച്ചാൽ ഞാൻ കേട്ടറിയിച്ച് ഞാൻ പറയാം എസ് എന്ന് പറയുള്ളൂ. അങ്ങനത്തെ ഒരാളാണ്. കുറെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തത്. കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു തീരുമാനം എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാന് എന്താ പറയാ നമ്മളതിന് ഗൈഡ് ചെയ്യുന്നത്. നിലപാടിന്റെ അങ്ങേയറ്റ ആള്. അങ്ങനെ ഒരു കാര്യങ്ങൾ നിലപാടെടുക്കാനൊക്കെ പഠിപ്പിച്ച ആള്. അങ്ങനെ ഇപ്പോൾ ഒരു ട്രാക്കിന് ഇപ്പോൾ നമ്മൾ എത്ര വില കൊടുത്താലും, ഇപ്പോൾ ട്രാക്കിനൊക്കെ 1 കോടി 2 കോടിയൊക്കെ പറഞ്ഞാലും ഓന് വിൽക്കാൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കൂല. അങ്ങനെ നിലപാടുള്ള മനുഷ്യനാണ്. അങ്ങനെയാണ് അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചിലപ്പോ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മലബാരി ബാങ്കറൊക്കെ ഞങ്ങള് 5-6 ലക്ഷത്തിനൊക്കെ വിറ്റിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ വലിയ പൈസ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. എസ്ന്റെ ഒരു അക്കൗണ്ടാണ്. 1 കോടികൾ വന്നാലും കൊടുക്കൂല എന്നുള്ള. ഇല്ല കൊടുക്കില്ല ഒരിക്കലും. ഇല്ല. ഒരു 10 കോടി വന്നാലോ? ഇല്ല കൊടുക്കൂല. ഇല്ല. ആണോ? എന്താ? അത് നിലപാടതല്ലേ. അല്ല, ഒരു റീസൺ എന്താ കൊടുക്കാതെ? റീസൺ പറഞ്ഞാൽ നമ്മളെ സ്വന്തം വർക്കാ. ആളെ അടിയിൽ നിൽക്കാതെ ചെയ്തു. ഇനിയിപ്പോ നമ്മള് മറിച്ച് വിൽക്കാനായിട്ട് ട്രാക്ക് ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം. ഇത് ഞങ്ങളെ വർക്കാ. ഞങ്ങളെ 4 ആളെയും ആർട്ടല്ലേ, ഞങ്ങളെ കീഴിൽ തന്നെ നിൽക്കണം. അങ്ങനെ ഉണ്ട്. അത് ഞങ്ങളിപ്പോൾ മ്യൂസിക് വീഡിയോ ചെയ്തിട്ടില്ല. അതിന് നമുക്ക് പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്പോൺസർ വരാഞ്ഞിട്ടോ അല്ല. ഞങ്ങളങ്ങനെ വിചാരിച്ചതാ. അതിന് മ്യൂസിക് വീഡിയോ ഇല്ല, അതും ചെയ്യില്ല. അതങ്ങനെ തന്നെ ഉണ്ടാവും. അതൊക്കെ എസ് ഉണ്ടാവുന്നിടത്ത് നമ്മളെ തീരുമാനങ്ങളാണ്. കുറെ കാര്യങ്ങൾ ആദ്യം നിന്ന് അങ്ങനെ പഠിക്കാൻ പറ്റി. ഇനി ജോക്കറിനെ കുറിച്ച് പറയണ്ടോ? ജോക്കറിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ എല്ലാ ട്രാക്കിലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് മെയിൻ പറയാനുള്ളത്. പിന്നെ ആളും ഈ എസ്സയും ജോക്കറൊക്കെ പറഞ്ഞാല് ഇവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങനെ തിരിയിട്ടാല് കത്തിപ്പിടിച്ചാല് ആകെ ആളി കത്തുന്ന ആൾക്കാരാ. ഈ ജോക്കറിന്റെ പറയുകയാണെങ്കിൽ ഒരു EP ഉണ്ട്, ജോക്കർ അമ്മാനി 2 ആൾക്കാർ ചെയ്തൊരു EP. അതൊക്കെ ഭയങ്കര ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത് ഈ മലപ്പുറത്തുനിന്ന് ഒരു 2 ആൾക്കാർ ചെയ്ത സാധനം ഒന്നും പറയില്ല. ഇപ്പൊ നമ്മള് നേരത്തെ അവരോട് ചോദിച്ച പോലെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ കുറെ ഫാൻസ് ഉണ്ടാവും. ഒരു ഓർത്തിരിക്കുന്ന ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ? ഇങ്ങനത്തെ ചോദിച്ചാലേ ഞാൻ പോകുന്നു അല്ല, മറ്റേ മെസ്സേജ് കുറെ പേര് കേട്ടോ, ഇങ്ങനെ അടിപൊളി ഇപ്പം പറഞ്ഞ ഒരു പാരഗ്രാഫ്. ഒന്നാമതെന്താ കുറെ ഇംഗ്ലീഷിലെ വരിക ഇങ്ങനെയൊക്കെ. ഞാൻ എല്ലാത്തിനും അറിയാം. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ല. വായിക്കാനറിയാം, പക്ഷെ അർത്ഥം ഒന്നും അറിയില്ല. കുറച്ചൊക്കെ അറിയട്ടാ ബേസിക് പരിപാടികളൊക്കെ. പക്ഷെ ചിലൊരു കാര്യമായിട്ട് ഇങ്ങനെ എഴുതി വിടും. എനിക്കാണെങ്കിൽ അത് ചിലപ്പോ അതിൽ ഇമോജി ഹാർട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ലതാണെന്ന് അപ്പൊ ഞാൻ ഒരു ഹാർട്ട് എടുത്ത് ഓക്കെ അറിയാം. അങ്ങനെ കുറെ നല്ല മൊമെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നല്ലതാണോ മോശമാണോ എനിക്ക് അറിയില്ലായിരുന്നു. ചിലപ്പോ നല്ലതായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തപ്പോ നല്ല മൊമെന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും ഫാൻസിന്റെ ഭാഗത്തുനിന്ന്. ചിലവർ ഇംഗ്ലീഷിലൊക്കെ എന്തൊക്കെയാ പറഞ്ഞ വോയിസ് കേൾക്കും. ഞാൻ ഈ +2 പൊട്ടിയ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞ അതൊന്നും വിഷയമല്ല. ഇംഗ്ലീഷ് അറിയില്ലട്ടാ. മലയാളത്തിൽ അയച്ചാൽ മതി അല്ലേ? മലയാളത്തിൽ അയച്ചാൽ മതി. മലയാളത്തിൽ വർത്താനം ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ ഒക്കെ ഇടൂലേ ഇൻസ്റ്റയില്, അതില് പറയൂ മലയാളത്തിൽ മാത്രം എന്നാ പറയാ. പിന്നത്തെ വെറുതെ റിപ്ലൈ കൊടുക്കണ്ടേ? വെറുതെ ക്വസ്റ്റ്യൻ ഇട്ട് ഞാൻ കണ്ടെന്നാ മതി. അല്ലെങ്കിൽ കുറെ പണിയാ. മെസ്സേജ് ഒന്നും വരാറില്ലേ? എങ്ങനെ? പെൺകുട്ടികളുടെ ഒക്കെ വരും. ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് മലയാളം വെറുതെ രസം, പാട്ട് രസം, അടിപൊളി ഓർത്തിരിക്കുന്ന മെസ്സേജ് ഒക്കെ അടിപൊളി പറഞ്ഞിട്ട് അതിനെ ഓർക്കും, ഇടയ്ക്ക് ഓർക്കും. പിന്നെ പ്രപ്പോസലൊക്കെ വരുമോ ഇവനിക്ക് പയ്യന് ചോദിച്ചിട്ട് വരെ പറയട്ടെ. ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ലേ പറഞ്ഞേ. എനിക്ക് വരും. എനിക്ക് പയ്യനെ ഇഷ്ടമാണ്, സബറിനെ ഒന്ന് സെറ്റാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ലിൽപ്പയ്യനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു തരും. ലിൽപ്പയ്യാണോ ഫാൻസ് കൂടുതൽ? ലിൽപ്പയ്യന് ഏറ്റവും ഫാൻസ്. കാരണം അവന്റെ മുടി കണ്ടിട്ട് വരാം. ഏറ്റവും ഒപ്പര മുടി കണ്ടിട്ട് ആൾക്കാർ വരും. അങ്ങനൊക്കെ. അപ്പം MHR ഒരുപാട് സന്തോഷം. കാരണം പുള്ളി ആക്ച്വലി ഇവിടെ വന്ന് കൊറേ നേരിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ചോറൊന്നും വയ്ക്കാതെ. അത് വേണം, അത് പറയണ്ടോ. പിന്നെ ഞങ്ങൾ ഇത്രയും വലിയ വിളിച്ചൊരു ചോറ് തന്നു. പ്രോഗ്രാം പ്രൊഡ്യൂസർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നു, ഫുഡ് വാങ്ങി തരുന്നു, നിങ്ങളെ സന്തോഷമായിട്ട് വിടുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് MHR. അപ്പം ഇനി അങ്ങോട്ട് ഒരേ പാതയിൽ തന്നെ പോവാ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.